ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്നൊരു കപ്പളങ്ങ കൊണ്ട് ഒരു ഹൽവ ഉണ്ടാക്കിയാലോ? കപ്പളങ്ങ, ഓമയ്ക്ക, പപ്പായ ഇങ്ങനെയൊക്കെ പറയും. ഓരോ നാട്ടിലും വ്യത്യസ്തമായ പേരുകളിലാണ് ഇതറിയപ്പെടുന്നത്. ഒരു ഹൽവ ഉണ്ടാക്കിയാലോ? നന്നായിട്ട് പഴുത്ത ഒരു കപ്പളങ്ങ എടുക്കുക. അത് ചെത്തി നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയതിന് ശേഷം കഷ്ണങ്ങളാക്കി നമുക്ക് മിക്സിയിൽ ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കാം. അല്പം പോലും വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കുവാനായിട്ട്. ആദ്യമായി നമുക്ക് അടുപ്പിൽ ഒരു പാൻ വെക്കാം, ഒരു കടായി വെക്കുക. അതിൽ നല്ല പരന്ന കുഴിവുള്ള പാത്രം എടുക്കുന്നതായിരിക്കും സ്യൂട്ടായിട്ടുള്ളത്, എളുപ്പമുള്ളത്. അതിനകത്തോട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ച് പാത്രം ചൂടായതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പപ്പായ പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് നന്നായിട്ട് ആദ്യമൊക്കെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും മീഡിയം ഫ്ലെയിമിലേക്ക് തീ കുറച്ച് വെക്കണം. നന്നായിട്ട് കൈ വിടാതെ എപ്പോഴും കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്ക് നമ്മൾ മധുരം ചേർത്ത് കൊടുക്കണം, പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ 200 ഗ്രാം പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. നല്ല മധുരമുള്ള കപ്പളങ്ങയായിരുന്നു, അതുകൊണ്ടാണ്. ഇനി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. മധുരം കുറഞ്ഞ കപ്പളങ്ങയാണെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർക്കേണ്ടി വരും. ഇനി അതല്ല, നല്ല മധുരം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് അതനുസരിച്ച് നിങ്ങളുടെ രുചിക്കനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ്. പപ്പായ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വേകണം, അല്ലെങ്കിൽ അതിൻ്റെ പച്ച ചുവയുണ്ടായിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് അത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിൻ്റെ വെള്ളമൊക്കെ പറ്റിയെന്ന് കാണുമ്പോൾ പിന്നെ അടപ്പ് തുറന്ന് വെച്ച് നമ്മൾ കണ്ടിന്യൂസ് ഇളക്കണം. ഇടയ്ക്കിടയ്ക്ക് അല്പം നെയ്യ് വീതം ഒഴിച്ചു കൊടുക്കുക. നെയ്യുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ചേർത്താലും മതി. നെയ്യ് ചേർക്കുന്നതായിരിക്കും അല്പം കൂടി ടേസ്റ്റ് നൽകുന്നത്. വെള്ളം വറ്റി വരുന്നത് കാണുമ്പോൾ ഇതിന് ഒരു മുറുക്കം കിട്ടുന്നതിന് വേണ്ടി ഒരു 2 തൊട്ട് 3 ടീസ്പൂൺ വരെ കോൺഫ്ലവർ കലക്കി ചേർക്കുക. അത് പപ്പായയുടെ വലിപ്പം അനുസരിച്ചാണ്. ചെറിയ പപ്പായ ആണെങ്കിൽ 2 ടീസ്പൂൺ ചേർത്താലും മതി. വലിയ പപ്പായ ആണെങ്കിൽ ഒരു 2 to 3 ടീസ്പൂൺ ചേർക്കുന്നതായിരിക്കും നല്ലത്. മുറുക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണിത്. ലാസ്റ്റ് ആകുമ്പോൾ ഏലക്ക നന്നായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂൺ മുതൽ 1.5 സ്പൂൺ വരെ ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാവുന്നതാണ്. അതിൻ്റെ സ്മെല്ലും രുചിയും അനുസരിച്ച് നമുക്ക് 1 to 1.5 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാവുന്നതാണ്. നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കണ്ടിന്യൂസ് ഇളക്കുവാനായിട്ട് മറന്നു പോകരുത്. ഏറ്റവും ലാസ്റ്റ് നമുക്ക് കശുവണ്ടി പൊടിച്ചതും അതുപോലെ എള്ളും ചേർത്ത് മിക്സ് ചെയ്യാം. വെള്ള എള്ളോ കറുത്ത എള്ളോ ഏതെങ്കിലും മതി. എൻ്റെ കയ്യിൽ ഒരല്പം ടൂട്ടി ഫ്രൂട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അതും കൂടി ചേർത്തു. അത് നിർബന്ധമല്ല, ബട്ട് കശുവണ്ടിയും എള്ളും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാനിൽ നിന്ന് നന്നായിട്ട് വിട്ടുപോരുന്ന നല്ല മുറുക്ക പരുവാകുമ്പോഴത്തേനും നമുക്ക് ഒരു പരന്ന കണ്ടെയ്നർ എടുത്ത് അതിനകത്ത് അല്പം നെയ്യ് പുരട്ടി നമ്മുടെ ഈ മിശ്രിതം ഹൽവ അതിലേക്ക് ഒഴിച്ച് ഒരു സ്പൂൺ കൊണ്ട് മെല്ലെ പരത്തി നന്നായിട്ട് വെക്കുക. ആറിക്കഴിയുമ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്ക് യഥേഷ്ടം മുറിച്ച് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റോടു കൂടിയ പപ്പായ ഹൽവ ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? താങ്ക് യു.